പുതിയങ്ങാടി ചൂട്ടാട് പാലക്കോട് പുലിമുട്ട് നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിച്ചു. പ്രവൃത്തി നിലച്ച വാർത്ത കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. എം വിജിൻ എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്നാണ് പ്രവൃത്തി പുനരാരംഭിച്ചത്. മാടായി പഞ്ചായത്തിലെ പുതിയങ്ങാടി ചൂട്ടാട് രാമന്തളി പഞ്ചായത്തിലെ പാലക്കോട് അഴിമുഖങ്ങളിൽ പുലിമുട്ട് നിർമ്മാണം വൈകുന്നത് ജനങ്ങളിൽ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ചൂട്ടാട് ഭാഗത്ത് 210 മീറ്ററും പാലക്കോട് ഭാഗത്ത് 365 മീറ്ററുമാണ് പുലിമുട്ട് നിർമ്മാണം നടത്തേണ്ടത്. എന്നാൽ 50% പ്രവൃത്തി പോലും പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-ന് എസ്റ്റിമേറ്റ് കാലാവധി അവസാനിച്ചിരുന്നു. ഏപ്രിൽ 4-ന് പുലിമുട്ട് നിർമ്മാണത്തിന്റെ കരാർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് റദ്ദു ചെയ്തു. ഇത് സംബന്ധിച്ച് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. കരാർ റദ്ദു ചെയ്തതിനു ശേഷം കരാറുകാരൻ ചൂട്ടാട് ഭാഗത്ത് നിർമ്മാണ സാമഗ്രികൾ ഇറക്കിവെച്ചത് വലിയ വിവാദത്തിന് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. പ്രശ്നത്തിൽ കല്ലേശ്ശേരി എംഎൽഎ എം വിജിൻ ഇടപെട്ടതോടെ പ്രവൃത്തി പുനരാരംഭിക്കുകയായിരുന്നു. ചൂട്ടാട് പാലക്കോട് പുലിമുട്ട് നിർമ്മാണം ഈ നാടിന്റെ ഏറെക്കാലത്തെ ഒരു ആവശ്യമായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് 28 കോടി രൂപ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ പെടുത്തിക്കൊണ്ട് പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചത്. അത് പൂർണ്ണമായും ആ പ്രവൃത്തി നമുക്കറിയാം ഓൺലൈൻ ടെൻഡറാണ്. ആ ടെൻഡറിന്റെ ഭാഗമായി അത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. കരാറുകാരനെടുത്തു. 1 വർഷം കൊണ്ടാണ് പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടത്. എന്നാൽ കരാറുകാരന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായ അലംഭാവം ഉണ്ടായി. അദ്ദേഹം പലപ്പോഴും പണിയിൽ പിന്നോട്ട് പോയി. പരിശോധന നടത്തുമ്പോഴല്ല ആവശ്യമായ കല്ല് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് മറുപടി നൽകിയത്. പക്ഷേ പലപ്പോഴായി നമുക്ക് പ്രവൃത്തി തീർക്കേണ്ടത് കൊണ്ട് അത് കരാറുകാരന് നീട്ടിക്കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ബില്ല്, കോടിക്കണക്കിന് രൂപയുടെ ബില്ല് പിടിച്ചു വെച്ച് ഗവൺമെന്റിന്റെ കയ്യിൽ വെച്ച് ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ ഒരു നിശ്ചിത കാലയളവ് കൊടുത്ത് പണിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് റിവോക്ക് ചെയ്യുന്ന പ്രൊസീജിയർ നടത്തുന്നത്. ഒക്ടോബർ മാസത്തോടെ പ്രവൃത്തി പൂർത്തിയാകുമെന്ന വിശ്വാസത്തിലാണ് അധികൃതരുള്ളത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.